വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരും സഹപ്രവർത്തകരും സഹോദരനും അമ്മയും ഒക്കെയായ ബഹുമാനീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, 2013 ശ്രീ കലാഭവൻ മണി ഞങ്ങളുടെ പിതാവിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹം സ്ഥാപിച്ചത്. ഇന്നത് 13 വർഷം പിന്നിടുന്ന ഈ വേളയിൽ കലാഗൃഹത്തിൻ്റെ ചുമതല കഴിഞ്ഞ 13 വർഷമായി ഏറെ ഉത്സാഹത്തോടെയും അതേസമയം കൂടുതൽ ഉത്തരവാദിത്തോടു കൂടിയുമാണ് ഞാൻ ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പിറവിയുമായി പറയുമ്പോൾ ആദ്യമായി എനിക്ക് ഈ മുൻപിലുള്ള ഈ സ്ഥലത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല. ആദ്യകാലത്ത് എനിക്ക് ഒരു നൃത്തസ്ഥാപനം ഇല്ലാതിരുന്നൊരു സമയത്ത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഈ സ്പേസിലാണ് എനിക്ക് നൃത്ത ക്ലാസ്സുകൾ എടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട SNDP യോഗം സെക്രട്ടറി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാം സഹോദരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണു നിറയും. കാരണം ഇന്ന് കലാഗൃഹം എന്നൊരു സ്ഥാപനവും നമ്മളൊക്കെ കൂടി ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി അദ്ദേഹമാണ്. കാരണം കലാഗൃഹത്തിൻ്റെ ഒരു പണി പൂർത്തിയാകാതെ കുറേ നാളുകൾ അങ്ങനെ കടന്നിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരുപാട് കുട്ടികൾ വന്നു പോകുന്നത് കണ്ടിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ സ്നേഹാർദ്രമായിട്ടുള്ള മണിച്ചേട്ടനുള്ളൊരു ശകാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവനെ എത്രയും പെട്ടെന്ന് ആ സ്ഥാപനം പൂർത്തീകരിച്ച് കൊടുക്കണം. ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ആ സ്ഥാപനം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി കൊടുക്കണമെന്ന ഒരു മൂത്ത സഹോദരൻ്റെ സ്നേഹാർദ്രമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇന്ന് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ വാർഷികം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹത്തിനോട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്നും കടപ്പെട്ടിരിക്കും. ഇന്ന് ഈ സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ കലാഭവൻ മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സ്ഥാപനത്തിലേക്ക് അധികം കടന്നു വരാറില്ല. അദ്ദേഹം അതിന് മുൻപിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ അവിടെ ആരെങ്കിലും ഒരാൾ കസേരയില്ലാതെ നിൽക്കണ കണ്ടാൽ അപ്പം തന്നെ ചേട്ടൻ കാറെടുത്ത് പോയി ഒരു ഡസൻ കസേര വാങ്ങിച്ച് അവിടെ കൊണ്ടുവിടും. അങ്ങനെ തൻ്റേതായ പല കൂട്ടുകാരും അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ അദ്ദേഹം മറ്റു സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, കലാഗൃഹത്തിൽ കയറി ആരും കളിക്കണ്ട, അത് ഒരു ക്ഷേത്രം പോലെ പരിപാവനമായ ഒരിടമാണ്. ഞാൻ പോലും അവിടെ കയറി കാലുകുത്താറില്ല. കാരണം അത് അതിനു വേണ്ടി വിശേഷപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത് അങ്ങനെ നിൽക്കണം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുള്ള സൗഹൃദങ്ങളെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ കലാഗ്രഹം അദ്ദേഹം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അത്രയ്ക്കും പരിശുദ്ധമായ ഒരിടമാക്കി മാറ്റാനാണ് അദ്ദേഹം ആഗ്രഹിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ ആ രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ ഒരു ലൈബ്രറി, അത് എനിക്ക് എന്താണെന്നറിയില്ല, ചേട്ടൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അക്ഷരങ്ങളെ സ്നേഹിച്ചു, കലകളെ സ്നേഹിച്ചു, പക്ഷെ ഇതൊന്നും തനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ കലകളും പഠിക്കാനുള്ള ഒരിടം, ഞങ്ങൾ പഠിച്ച കാലത്ത് ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്കുണ്ടാവാൻ പാടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയാണ് അവിടെ ഒരു ലൈബ്രറിക്ക് വേണ്ടി ഏകദേശം 1000-ലധികം പുസ്തകങ്ങളൊക്കെ അദ്ദേഹം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ഇന്നെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന ഈ സമയത്ത് അതൊന്നും ആർക്കും ആവശ്യമില്ലെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ ആ സ്ഥാപനത്തെ കൂടുതൽ നമ്മുടെ ജനസംസ്കാരവുമായി ഇണക്കി ചേർത്തുകൊണ്ട് ചാലക്കുടിയിലെ ചേനത്തുനാടിലെ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഏതൊരു കാര്യത്തിനും ആ ഒരിടം ഒരു പൊതു ഇടമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവിടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അന്നു മുതൽ ഇന്ന് വരെ പഠിച്ച ഓരോ കുട്ടികളും ഇന്നും അവിടെ വരികയും നൃത്തം അഭ്യസിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇതുവരെ തുടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ ചേട്ടൻ്റെ
പ്രതിമയാണ് ഉള്ളത്. പക്ഷേ എനിക്ക് അതൊരു പ്രതിമയായിട്ടല്ല തോന്നിയിട്ടുള്ളത്. കുട്ടികളെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ചേട്ടൻ്റെ കൈയോട് കൈ ചേർത്ത് ഞങ്ങൾ തമ്മിൽ സംവദിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് ഒക്കെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാറുള്ളത്. എത്ര വൈകി വന്നാലും ഞാൻ അവിടെ സ്ഥിരം ചേട്ടൻ്റെ മുൻപിലുള്ള ആ ദീപം തെളിയിച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് പോവാറുള്ളൂ. ഞാൻ വരുന്നത് വരെ അതവിടെ കത്തിക്കിടക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇരുട്ടായി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ചേട്ടൻ്റെ പ്രതിമയാണെങ്കിലും ആ ഒരു ജീവൻ്റെ അനുഗ്രഹം എനിക്കുണ്ട് എന്നുള്ളതാണ് ഇത്രയും കാലത്തെ ഒരു കലാജീവിതത്തിലൂടെ എനിക്കുണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾക്കും അനുഭവവേദ്യമാണ്. കാരണം അന്നുണ്ടായിരുന്ന ഞാൻ ഇത്രയും പ്രശ്നങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇന്ന് ഭാരതത്തിലെ പരമോന്നത കലാസ്ഥാപനമായിട്ടുള്ള കലാമണ്ഡലത്തിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി നോക്കുമ്പോൾ ആ നേട്ടങ്ങളൊക്കെ ഉണ്ടായതൊക്കെ ചേട്ടൻ്റെ, എൻ്റെ അച്ഛൻ്റെ, എൻ്റെ അമ്മയുടെ എല്ലാം അനുഗ്രഹം കൊണ്ടാണ്. ഇന്ന് എനിക്കൊപ്പം നിൽക്കുന്ന വലിയ എൻ്റെ കുടുംബം, എൻ്റെ സഹോദരിമാരെല്ലാവരും വന്നിട്ടുണ്ട്, അളിയന്മാരുണ്ട്, സഹോദരിമാരുടെ മക്കളുണ്ട്, എല്ലാവരും എൻ്റെ സീനിയറായിട്ടുള്ള എൻ്റെ ശിഷ്യകൾ. അവരാണ് എന്നെ ചേട്ടൻ മരിച്ചിട്ട് ക്ലാസ് എടുക്കാൻ 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിൽ കയറിയത്. പക്ഷേ ക്ലാസ് എടുക്കാൻ പറ്റാതെ ഇതുപോലെ തൊണ്ട സങ്കടം വന്ന് നിറയുമ്പോഴും എൻ്റെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികളും അവിടെ രക്ഷിതാക്കളുടെയും പിന്തുണ കൊണ്ടാണ് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനും അവർ ഞാൻ ക്ലാസ് എടുക്കുന്നത് വരെ, എൻ്റെ മൈൻഡ് ശരിയാവുന്നത് വരെ എന്നെ സംസാരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങൾ യാത്രകൾ പോയി ഭക്ഷണം കഴിച്ച് ഒരുപാട് ടെൻഷൻ എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് സാമൂഹികമായും സാംസ്കാരികമായും ഒരാളുടെ വളർച്ച എത്രമാത്രം ഒരു ഈർഷ്യയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ജോലി കിട്ടിയത് ഒരു പക്ഷേ കലാമണ്ഡലത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പഠിച്ച RLVയിലുള്ളവർക്കോ തന്നെ ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാറില്ല, പക്ഷേ എന്നെ എല്ലാവരും നോക്കിക്കാണുന്നത് ഒരു ശത്രുവിനെ പോലെയാണ്. പഠിച്ചതാണോ, അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ പെർഫോമൻസിനായി ഓടി നടക്കുന്നതാണോ ഇവർക്കൊക്കെ എന്നോടുണ്ടായ ദേഷ്യം എന്നെനിക്കറിയില്ല. ഞാൻ എല്ലാവരോടും സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഇവരുടെ എല്ലാം കൂട്ടായ്മയാണ് നമ്മളെ ഈ ഒരു ദിവസം ഇവിടെ ഒത്തുകൂടിയത്. ഞാൻ വിചാരിച്ചു വേണ്ട, വാർഷികം വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കലാമണ്ഡലത്തിൽ ജോലി ഉള്ളപ്പോഴും ഞാൻ മറ്റൊരു അധ്യാപികമാരെ വെച്ചുകൊണ്ട് ക്ലാസ് എടുത്ത് ഡിനിയ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ സീനിയർ സ്റ്റുഡൻസ് എന്നെ സഹായിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കെയർ ഓഫിൽ എനിക്ക് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ സത്യസന്ധമായി തുറന്നു പറയട്ടെ, എനിക്ക് ഏത് വലിയ സർവകലാശാലയിലും ജോലി നഷ്ടമായാലും ഞാൻ എൻ്റെ ചേട്ടൻ എനിക്ക് ഏൽപ്പിച്ചു തന്ന ഈ സ്ഥാപനത്തിലെ എൻ്റെ പ്രിയ കുട്ടികളെ മാത്രം പഠിപ്പിച്ച് ജീവിക്കാനാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഈ 2 മാസക്കാലം എൻ്റെ രക്ഷിതാക്കൾക്കറിയാം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ കൊച്ചുമക്കളെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, കാരണം ഒരുപാട് ടെൻഷനുള്ള സമയത്തായിരിക്കും ക്ലാസ്സിലേക്ക് ഓടി കയറുക. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അവർ പെർഫോം ചെയ്യാണ്ടാവുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. ഇത്രയും ഇന്നിവിടെ അവതരിപ്പിക്കുന്ന 10-24 ഇനങ്ങൾ മൊത്തം പാട്ടുപാടി പഠിപ്പിക്കണം. അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു വാർഷികം ഉണ്ടാക്കിയാലേ മതിയാവൂ, എന്നാലേ എൻ്റെ ചേട്ടൻ്റെ മനസ്സ് തൃപ്തിയാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഇത് വലിയൊരു പിടിച്ചു നിൽക്കലാണ്. ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു സന്തോഷം അത് എത്രയോ ഇരട്ടിയാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും കൊടുക്കുന്ന ഏറ്റവും വലിയ കൈനീട്ടം തന്നെയാണ് എൻ്റെ ശിഷ്യരും അവരുടെ പ്രകടനവും ഈ വാർഷികവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. വൈകാരികമായി പോയതിൽ ക്ഷമിക്കണം. കാരണം എൻ്റെ അച്ഛനെയും അമ്മയെയും ചേട്ടന്മാരെയും കുറിച്ച് പറയുമ്പോൾ എനിക്കിങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ കഴിയുള്ളൂ.
ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത്. വിശിഷ്ട വ്യക്തികളെ ഇരുത്തിക്കൊണ്ട് വൈകാരികമായത് ക്ഷമ ചോദിക്കുന്നു. ഇവിടെയാണല്ലോ എനിക്കിത് പറയാൻ പറ്റിയ ഒരിടം ആണ്, നമ്മുടെ കുടുംബമാണിത്. അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികൾക്കും ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കലാഗ്രഹത്തിൻ്റെ വാർഷികാഘോഷം, ഇവിടെ ഞാൻ ആരെയും ഉദ്ഘാടകരായിട്ട് പറയുന്നില്ല. ഞങ്ങളെല്ലാവരും എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഇവിടെ എല്ലാവരും. കാരണം ആദ്യം ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ചിത്ര ടീച്ചർ, നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു നട്ടുവാങ്ങം ചെയ്യാതിരിക്കുമ്പോൾ ടീച്ചർ വിധി നിർണയത്തിന് വന്നു. വളരെ കൃത്യമായി ഒരാളുടെ മുഖം നോക്കാതെ വിധി നിർണയം നടത്തുന്ന ഒരു വിധി നിർണയം മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അവർ അതുപോലെയാണ് നമ്മളോട് സഹകരിച്ചത്. എന്നെ ഒരുപാട് വേദികളിലേക്ക് കേരളത്തിന് പുറത്തേക്ക് ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ടീച്ചറുടെ കുടുംബക്ഷേത്രങ്ങളിൽ എൻ്റെ നൃത്ത പരിപാടികൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കലാമണ്ഡലത്തിൽ ഒരു 68ഓളം കുട്ടികൾ, ട്രൈബൽ സ്റ്റുഡൻസാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വന്നപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞ് അവർക്കൊരു ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ചിലങ്ക വേണമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ എനിക്ക് എൻ്റെ ബാല്യമാണ് ഓർമ്മ വന്നത്. കാരണം എൻ്റെ ബാല്യകാലത്തിൽ ചിലങ്ക കെട്ടാൻ അവസരമില്ലാണ്ടായതിപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വടക്കൻ്റെ കടയിൽ പോയി അവിടെ സോഡാ കുപ്പി പൊട്ടിക്കുന്ന കാർക്ക് അത് ആണി കൊണ്ട് അടിച്ച് ചാക്ക് ചടൽ കോർത്ത് കെട്ടിയിട്ടാണ് ഞാൻ നൃത്തം ചെയ്തത്. ആ ഒരു ഓർമ്മ എനിക്ക് വന്നപ്പോൾ ഞാൻ ഉടനെ ടീച്ചറെ വിളിച്ചു. ടീച്ചറെ, ഇങ്ങനൊരു കാര്യമുണ്ട്, അതിനെന്താ രാമകൃഷ്ണ, ദാ കൊടുത്തോളൂ എന്ന് പറഞ്ഞ ടീച്ചറെ കൈകൊണ്ട് 68 കുട്ടികൾക്കും ചിലങ്ക ഒരു വലിയ കൈയടി കൊടുത്ത ഒരു വലിയ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളത് ചില സാഹചര്യം കൊണ്ട് വിളിക്കാൻ സാധിച്ചില്ല. കാരണം കഴിഞ്ഞ വർഷം ഞാൻ തന്നെയാണ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. അപ്പോൾ ഈ വർഷം ഇങ്ങനെയൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ വർഷം വിളിക്കണമെന്നുണ്ടായി. അത് ഭാഗ്യം പോലെ അല്ലെങ്കിൽ ഒരു നിമിത്തം പോലെ ടീച്ചർക്ക് ഈ വർഷത്തെ സംഗീത അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ അതിനൊരു കാരണം കൂടിയായി. അപ്പോൾ ടീച്ചറെ നന്ദിയോട് ഓർക്കുന്നു. പിന്നെ ഒരാളെ ഞാൻ അവസാനത്തേക്ക് വെച്ചേക്കാണ്, അത് പിന്നെ പറയാം. പിന്നെ സ്നേഹയാണ്. സ്നേഹം പോലെ തന്നെ, പേര് പോലെ തന്നെ ഞങ്ങൾ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് അതുപോലെ പിന്നിക്കൂടെ നടന്ന് വിളിക്കുന്ന ഒരു പ്രകൃതമാണ് ഞങ്ങളുടേത്. സ്നേഹയും എന്നെയും ഒരാൾ തന്നെയാണ് എയറിലേക്ക് വിട്ടത്, നിങ്ങൾക്കറിയാലോ അല്ലേ? അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്നേഹയ്ക്കും അതിൻ്റെ പരിണിത ഫലങ്ങൾ 2 പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു വ്യക്തി ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട്. അപ്പോൾ ഒപ്പത്തിനൊപ്പം ഈ അടുത്ത ദിവസം ഞാൻ സ്നേഹയുടെ അവിടുത്തെ സ്നേഹയുടെ ചേച്ചിയും കലാകാരിയാണ്, നൃത്താധ്യാപികയാണ്. അവരുടെ 25ാമത് വാർഷികത്തിൻ്റെ 25 വാർഷികത്തിന് ചെന്നപ്പോൾ എന്നെ വിളിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം എന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ഞങ്ങളുടെ സ്നേഹം പോലെ തന്നെ ഞങ്ങളും ഒരേ വേഷമാണ്. പിന്നെ ശ്രീകുമാർ ആരോടും മിണ്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ആളെ ചിരി, സുന്ദരമായ ഒരു ചിരിയാണ് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുക. ശ്രീകുമാറിനുള്ള സന്തോഷം അറിയിക്കുന്നു. ഇനി ഞാനൊരാളെ ഫോണിൽ വിളിക്കുന്നത് അമ്മയെന്നല്ല, തള്ളയെന്നാണ് വിളിക്കുക. അല്ല, അതിൻ്റെ കയ്യിലിരിപ്പ് അങ്ങനത്തെയാണ്. ഈ ഇത്രയും പ്രായമായി എന്നിട്ട് പറയാൻ എൻ്റെ അമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട്, അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിലൂടെ. ഇത് കണ്ടിട്ട് ആൾക്കാർ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ്. അങ്ങനെയാണ് ഇപ്പം വന്നതുണ്ട്. അപ്പോൾ ആ കാര്യം എന്തിനാ ഇങ്ങനെ കടന്ന് കരയണം? ആ അമ്മയ്ക്ക് അത്രയും ആയുസ്, ദൈവം കൊടുത്ത ആയുസ് വളരെ സന്തോഷത്തോടു കൂടി നോക്കി ഇങ്ങനെ അച്ഛനെ അമ്മേനെ നോക്കുന്നൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം കൂട്ടിക്കൊണ്ടു വന്നേക്കാം. ഓർമ്മയൊന്നുമില്ല അമ്മയ്ക്ക്, അത്രയ്ക്കും പ്രായമായി. അപ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ മുറിയുടെ നേരെ ഒരു അലമാരയുണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, ഈ കക്ഷി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമ്മ കുറേ നേരം അങ്ങോട്ട് നോക്കിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സംസാരമാണ്. അപ്പോൾ ഈ അമ്മ ഇരുന്നിട്ട് പറയാ, നീ ഇങ്ങോട്ട് മര്യാദയ്ക്ക് വന്നോ, കുറേ നേരം നീ അലമാരയുടെ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ അതെന്താ ഇങ്ങനെ പറയണത്? അവിടെ ആരാ? അപ്പോൾ എനിക്കിത് പറഞ്ഞപ്പോഴേക്കും അവിടെ ആരും ഇല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എനിക്ക് മേലൊക്കെ ഇങ്ങനെ കോരി തിരിച്ചു, ഇനി ഇതിനുള്ളിൽ ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടോ? എവിടെ? ഇത്രയും പ്രായാധിക്യമുള്ള ഒരാൾ അങ്ങനെ പറയാതിരിക്കില്ലോ. എന്നിട്ട് ആ അമ്മ അതിനായുസെത്തി മരിച്ചിട്ട് ഇപ്പോഴും കരയുന്ന ഒരു മകളെ
അമ്മയ്ക്ക് വേണ്ടി കവിത എഴുതുന്നൊരു മകളെ. അതൊന്നും നിങ്ങൾക്കറിയില്ല. അത്രയ്ക്കും ഇപ്പോഴും അമ്മയുണ്ടെങ്കിൽ അമ്മയെ നോക്കും. അമ്മയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മരിക്കണ്ടേ? അപ്പോൾ പറയാം, വേണ്ട, എനിക്ക് അമ്മേനെ ഇപ്പോഴും വിചാരം ചെറിയ അമ്മയും മോളാന്നാണ് വിചാരം. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ വയസ്സായി, എന്നിട്ടാണ് ഇപ്പോഴും അമ്മേനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു പരിപാടി ഉണ്ട്, അതിന് വരണം, എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അനുഗ്രഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 2 കലാകാരന്മാർ വേദിയിൽ എവിടെ പോയാലും, കേരളത്തിൽ എവിടെ പോയാലും 2 കാര്യം ആവശ്യപ്പെടുക. ഒന്ന് കലാഭവൻ മണി, അദ്ദേഹത്തോട് എന്താ ആവശ്യപ്പെടുക? അദ്ദേഹത്തിന് ഒന്ന് ചിരിക്കാൻ പറയൂ, അല്ലേ? മണിച്ചേട്ടൻ ചിരിക്കുന്നത് പോലെ ഒന്ന് ചിരിക്കാൻ പറയും. പക്ഷേ ഈ തള്ളോട് എന്നിട്ടെന്ന് പറയുമോ? ഒരു ആട്ടാന പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇവിടെയും വന്നിട്ട് ഞങ്ങളൊന്ന് ആട്ടിയിട്ട് പോകണം. ഏതോ അമ്പലത്തിൽ പോയിട്ട് അവിടെ അവർക്ക് അനുഗ്രഹമൊന്നും വേണ്ട, അവിടുത്തെ തിരുമേനി പറഞ്ഞു ഒന്ന് ആട്ടിയിട്ട് പൊക്കോളാൻ. അപ്പോൾ ഇങ്ങനെ ആട്ടാൻ നടക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെയും ഒന്ന് ചേർത്ത് പിടിച്ച് ആട്ടിയിട്ട് ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സമയം വൈകി. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച്, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് പദ്മദീപം തെളിയിക്കാനെ ഞാൻ എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുന്നു. ഒപ്പം എൻ്റെ സഹോദരിമാരുടെ സഹോദരിമാരുണ്ട്, അവർ വിളിച്ചാൽ മുന്നോട്ട് വരില്ല. അവരെല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലാഗ്രഹത്തിൻ്റെ ഞങ്ങളുടെ എല്ലാമായ ശ്രീ അനിരുദ്ധിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയ ശിഷ്യകളായ മച്ചാനും പിള്ളേരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? അവരാണ് എൻ്റെ കൂടെ നൃത്ത പരിപാടികൾ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നത്. എല്ലാവരെയും, സൂര്യ, മീനാക്ഷി, എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏറെ സന്തോഷകരമായി പ്രവേശിക്കാം. എന്നിട്ട് നമുക്ക് അവരുടെ സന്തോഷകരമായ വാക്കുകളും നമുക്ക് കേൾക്കാം. എല്ലാവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും.